Hello everyone, this is Mohammed Alfan. Welcome to 9th lesson of this Excel course. നമ്മൾ പാർട്ട് 3 വരുന്ന ആദ്യത്തെ ലെസൺ ആണ് ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ഫോർമുല ഓർ ഫംഗ്ഷൻ ഇൻ എക്സൽ. ഇതിൽ അണ്ടറിൽ തന്നെ 6 സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ടോപ്പിക്കായ കോമൺസ് ഓഫ് എക്സൽ ഫോർമുല നമുക്ക് എങ്ങനെയുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ പ്രീവിയസ് ലെസണിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എക്സലിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 500 ഫംഗ്ഷൻസ് ഉണ്ട്. അതും ഓരോ വേർഷനിലും ഓരോ ഫംഗ്ഷൻസും ഡിഫറെൻറ്റ് കൗണ്ട് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം കാണിക്കുന്നത് 2019 വേർഷനാണ്. അതിൽ തന്നെ ഓൾമോസ്റ്റ് ക്ലോസ് ടു 500, 480, 487 ഫംഗ്ഷൻസ് ഉണ്ട്. ഇനി ഇതിന്റെ പ്രീവിയസ് വേർഷനായ എക്സൽ 2016 477 ഫോർമുലാസ് ഉള്ളത്. അതിന്റെ മുന്നത്തെ വേർഷനായ 2013 467 ഫംഗ്ഷൻസ് ആണുള്ളത്. സോ ഓരോ വേർഷനിലും അഡ്വാൻസ് ഫീച്ചേഴ്സിനടക്കം ഓരോ ഫോർമുലസിന്റെ കൗണ്ടും ആഡ് ഓൺ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏതൊരു എക്സൽ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു വെച്ചായിരിക്കും. ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ, ഓരോ ആൽഫബറ്റിലും ഓരോ ഫോർമുല ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, എ എന്ന ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ആണത്. സി, ഞാൻ ജസ്റ്റ് ബി ടൈപ്പ് ചെയ്തു. സി ആൻഡ് സെഡ്, റൈറ്റ്? സോ ഓരോ ആൽഫബറ്റിലും ഓരോ ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് ഫോർമുലാസ് ഉണ്ടാവും. ഇനി നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന മെയിൻ കോമ്പണന്റ് ഓർ കോൺസ്റ്റിറ്റ്യൂവന്റ് ഫോർമുല എന്താണെന്ന് നോക്കാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് റാൻഡംലി കുറച്ച് നമ്പർ ഇൻസെർട്ട് ചെയ്യുന്നു. 100, 200 ആൻഡ് 300. ഓക്കെ, ശേഷം ഞാൻ അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുന്നു. സോ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏതൊരു ഫംഗ്ഷൻസ് ആൻഡ് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നതും ഈക്വൽ ടു സൈൻ വെച്ചിട്ടാണ്. ഈക്വൽ ടു ശേഷം നമുക്ക് 4 രീതിയിൽ ഒരു ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് വാല്യൂ, സെക്കൻഡ് വൺ ഇസ് ടെക്സ്റ്റ്, ആൻഡ് തേർഡ് വൺ ഇസ് സെൽ റെഫറൻസ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഈക്വൽ ടു 10 ഇൻസെർട്ട് ചെയ്തു, എൻ്റർ. സി, ഇവിടെ 10 വന്നു, പക്ഷേ സി ഇവിടെ ഈക്വൽ ടു എന്നുള്ള സൈൻ ഹിഡൻ ആയി കിടക്കുന്നുണ്ട്. അത് കാണണമെങ്കിൽ ഇവിടെ ഫോർമുല ബാറിൽ കാണാം, റൈറ്റ്? നെക്സ്റ്റ് ആണ് ടെക്സ്റ്റ്. ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ, ഞാൻ ടെക്സ്റ്റ് ആയിട്ട് എക്സൽ എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ എൻ്റർ ചെയ്ത് നോക്കാം, വരുന്നുണ്ടോ എന്ന് നോക്കാം. എൻ്റർ. സി, ഇതൊരു എറർ മെസ്സേജാണ് കാണിക്കുന്നത്. ഹാഷ്ടാഗ് നെയിം കസ്റ്റമർ. ഇത് കൈൻഡ് ഓഫ് എറർ ആണ്. ഡീറ്റെയിൽസ് എറേഴ്സിനെ കുറിച്ചുള്ള ടോപ്പിക് അപ്കമിംഗ് ലെസണിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു. സോ ഏതൊരു ടെക്സ്റ്റും നമ്മൾ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റാർട്ട് വിത്ത് ഡബിൾ കോട്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഇൻസെർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ABC ആൻഡ് ക്ലോസ് വിത്ത് ഡബിൾ കോട്ട്. എൻ്റർ. സി, ഇതിവിടെ ഇൻസെർട്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്പെക്റ്റീവ് സെല്ലിൻ്റെ മേലെ കേഴ്സർ വെച്ചേക്കാണ് ഇവിടെ ഫോർമുല ബാറിൽ ആ റെസ്പെക്റ്റീവ് ഈക്വൽ ടു സൈനും അതുപോലെ തന്നെ ഡബിൾ കോഡ് ഇവിടെ പോപ്പപ്പ് ചെയ്തത്. ഈ നെക്സ്റ്റ് ആണ് സെൽ റെഫറൻസ്. ഫോർ എക്സാമ്പിൾ, ഈക്വൽ ടു, എനിക്ക് G4 എന്നുള്ള ഈ സെൽ റെഫറൻസ് ക്ലിക്ക് ചെയ്തു. G4 അവിടെ റിഫ്ലക്ട് ചെയ്തു, റൈറ്റ്? എൻ്റർ ചെയ്തു. സി, ഇവിടെ 100 വന്നു. കാരണം ഈ G4 സെല്ലിൽ 100 കാണിക്കുന്നത്, അതിവിടെ ഓട്ടോമാറ്റിക്കലി ക്യാപ്ചർ ചെയ്തു. ഫോർ എക്സാമ്പിൾ, 100 ഉള്ള ഞാൻ 300 ആക്കി. സി, ആ റെസ്പെക്റ്റീവ് നമ്പേഴ്സ് അവിടെ റിഫ്ലക്ട് ചെയ്തു. 1000 ആക്കുന്നു. സി, അത് വന്നു. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സി, അവിടെ 0 ആകുന്നു. സോ മേക്ക് ഇറ്റ് 100 ഓൺലി. ഞാൻ മുമ്പ് സെല്ലിൽ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റീവ് സെല്ലിത്തെ വാല്യൂ ഈ റൈറ്റിലേക്ക് വന്നു. കാരണം ഇവിടെ ഫോർമുല അപ്ലിക്കബിൾ ആയി. സി, ഓക്കെ, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ദ ഫൈനൽ വൺ ഇസ് ബൈ യൂസിങ് ഓപ്പറേറ്റേഴ്സ്. നമ്മൾ എക്സലിൽ ലിസ്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, പെർസെൻറ്റേജ്, എക്സെട്ര എക്സെട്ര, റൈറ്റ്? സോ ഫോർ എക്സാമ്പിൾ, ഇസ് ഈക്വൽ ടു this one plus and this one. Okay, so G4 plus G5 ഈ രണ്ട് വാല്യൂ കൂടിയും ആഡ് ഓൺ ചെയ്ത് 300 വരുന്നുണ്ട്, റൈറ്റ്? എൻ്റർ ചെയ്യുന്നു. സി, 300 റിഫ്ലക്റ്റ് ആയി. ഇനി ഇവിടെ കാണാം ഫോർമുല ബാറിൽ ആ റെസ്പെക്റ്റീവ് സെൽ റെഫറൻസും. നമ്മളിവിടെ ഓപ്പറേറ്റേഴ്സ് എന്താ ഉപയോഗിച്ചത്? പ്ലസ് ആണ്. നമുക്ക് വേണമെങ്കിൽ മൈനസ് ഉപയോഗിക്കുക. ഡയറക്റ്റ്ലി ഇവിടെ എഡിറ്റ് ചെയ്താൽ മതി. ഫോർമുല ബാറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പ്ലസ് ബാക്ക് സ്പേസ് അടിച്ചിട്ട് മൈനസ് ഇൻസേർട്ട് ചെയ്താൽ മതി. ഇനി അടുത്തൊരു ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, എന്തുകൊണ്ട് ഇത് കളർ ചേഞ്ച് വരുന്നുണ്ടല്ലോ? ഇതൊരു ബ്ലൂ ആണ്, ഇതൊരു റെഡ് ആണ്. ഇത് ആക്ച്വലി സെൽ റെഫറൻസ് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ മൈനസ് 300 സെലക്ട് ചെയ്തു, അടുത്ത കളർ വന്നു. സി, ഒരു വയലറ്റ് ആയിട്ട്. ഇനി അഗെയിൻ മൈനസ് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. സി, ഗ്രീൻ ആയിട്ട്. മൈനസ് ഈ സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. സി, പിങ്ക് ആയിട്ട്. സോ ഓരോ സെല്ലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളർ ഓട്ടോമാറ്റിക്കലി അവിടെ ജനറേറ്റ് ആവുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് അടിക്കുന്നു. 300 അവിടെ കാണിക്കുന്നത് കാണാം. ഓക്കെ, സോ ഇപ്പം കാണിച്ച മെയിൻ 4 ലിസ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് കോമ്പണൻസ് ആണ് എക്സൽ ഫംഗ്ഷൻസ് ആൻഡ് ഫോർമുല ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാം. ഇതിൽ കൂടാണ് നമുക്ക് ഏത് രീതിയിലും ഫ്ലെക്സിബിൾ ആയിട്ട് ഏതൊരു ഫംഗ്ഷൻസ് ആൻഡ് ഫോർമുല ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സെയിം ലെസണിൽ തന്നെ 1 by 1 ടോപ്പിക്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കിലാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ചിലർ ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമുല ആൻഡ് ഫംഗ്ഷൻസ്. ആക്ച്വലി രണ്ടിൻ്റെ ഔട്ട്പുട്ട് സെയിം തന്നെ ആയിരിക്കും, പക്ഷേ രണ്ടിൻ്റെ ടേം ഡിഫറെൻ്റ് ആണ്. ഫോർമുല മീൻസ് നമ്മൾ മാനുവലി ലിസ്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ബിൽഡപ്പ് ചെയ്യുന്നതിനാണ് ഫോർമുല എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈസ് ഈക്വൽ ടു
100 പ്ലസ് 300. ഇതൊരു ഫോർമുലയാണ്. എൻ്റർ. ഓക്കെ, സോ ഇവിടെ പ്ലസ് ഉള്ള ഓപ്പറേറ്റർ ഞാൻ മാനുവലി യൂസ് ചെയ്തു, സെൽ റെഫറൻസ് സെലക്ട് ചെയ്തു. ഇനി ആ സെയിം സെൽ റെഫറൻസ് തന്നെ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പോകണം. ഫംഗ്ഷൻസ് മീൻ പ്രീ ഡിഫൈൻ ലിസ്റ്റ് ഓഫ് ഫോർമുല ഇൻ എക്സൽ. അതായത് എക്സൽ ഓൾറെഡി പ്രീ ഡിഫൈൻ വെച്ച ലിസ്റ്റ് ഓഫ് ഫോർമുലക്കാണ് ഫംഗ്ഷൻസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇസിക്കൽ ടു ഇത് ഞാൻ ആഡ് ചെയ്തത്, അതായത് സം SUM ഓപ്പൺ ബ്രാക്കറ്റ്, ഇത് രണ്ടും സെലക്ട് ചെയ്യുക, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ചെയ്തു. സെയിം റിസൾട്ട് എന്നാണ്. ഇത് ഞാൻ ഫോർമുല ഉപയോഗിച്ചു, ഇത് ഞാൻ ഫംഗ്ഷൻ ഉപയോഗിച്ചു. സോ ഇത് ജസ്റ്റ് ഒരു ബേസിക് ആണ്. നമുക്ക് അഡ്വാൻസിൽ എത്തുമ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വിത്ത് എക്സാമ്പിൾസ് ആയത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മെയിൻ ഓപ്പറേറ്റേഴ്സ് ഇൻ എക്സൽ ഫോർമുല. ഒരു എക്സാമ്പിൾ ത്രൂ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി എക്സലിൽ ഒരു ഫോർമുല ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിസ്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇവിടെ ലിസ്റ്റ് ഓഫ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവൈഡ്, കോൺകാറ്റിനേഷൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. ഇത് കൂടാതെ n നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് വേറെ ഉണ്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്ക് ചെറിയ എക്സാമ്പിൾ ത്രൂ ഈ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് എങ്ങനെയായിട്ട് ഫോർമുല ബിൽഡപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇവിടെ ഇൻസെർട്ട് ചെയ്യുന്നു, 20, 30 ആൻഡ് 40. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ആഡ്. നമ്മൾ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ സെല്ലിന് റിസൾട്ട് വേണ്ടത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫംഗ്ഷൻസിൻ്റെ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇൻസെർട്ട് ചെയ്യാം. ശേഷം എനിക്ക് 20 and 30 ആഡ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് റെസ്പെക്റ്റീവ് സെൽ സെലക്ട് ചെയ്തു, 20 പ്ലസ് 30 ആൻഡ് സിയുടെ റിസൾട്ട് അപ്പിയർ ചെയ്തു. റൈറ്റ്, സെയിം ഫോർമുല ഇവിടെ ഫോർമുല ബാറിൽ കാണാൻ പറ്റും. റൈറ്റ്, സെയിം വേ സബ്സ്ട്രാക്ട് ഇസ് ഈക്വൽ ടു 30 മൈനസ് 40 ആൻഡ് സി -10 വന്നു. കാരണം ഇവിടെ 30 40 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ -10 ഒബ്വിയസ്ലി വരാം. റൈറ്റ്, ഈ നെക്സ്റ്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു ഇവിടെ റെപ്രസെൻറ്റീവ് സ്റ്റാർ ഐക്കൺ. നമ്മുടെ കീബോർഡിൽ നമ്പേഴ്സിൻ്റെ 8ൻ്റെ കൂടെ തന്നെ ഐക്കൺ കാണാൻ പറ്റും. ദിസ് ഇസ് ഷിഫ്റ്റ് 8 പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് 30 ആൻഡ് സി അവിടെ റിസൾട്ട് അപ്പിയർ ചെയ്തു. സെയിം വേ ഡിവൈഡ് ഇസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 30 എൻ്റർ ചെയ്തു. സി 0.66. റൈറ്റ്, സോ ഇവിടെ കാണുന്ന ഈ സെല്ലിൽ ഏതെങ്കിലും നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇമ്പാക്ട് ചെയ്യുന്നത് കാണാം. ഫോർ എക്സാമ്പിൾ സോ ഈ 20ക്ക് പകരം ഞാൻ 50 ഇൻസെർട്ട് ചെയ്തു. എൻ്റർ. സി കംപ്ലീറ്റ് ഇവിടെ മാറി. കാരണം ഇവിടെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത ഫോർമുല കംപ്ലീറ്റ് ഈ ഒരു സെല്ലായിട്ട് ഇന്റർലിങ്ക്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ചേഞ്ചസ് വന്നത്. റൈറ്റ്, സോ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു ആൻഡ് മേക്ക് ഇറ്റ് 20 ഓൺലി. നെക്സ്റ്റ് ആണ് കോൺകാറ്റിനേഷൻ. കോൺകാറ്റിനേഷൻ ഐക്കൺ ഇവിടെ കാണാം ആംപർസെന്റ് എന്നുള്ളത്. റൈറ്റ്, സോ ഈ ഒരു ആംപർസെന്റ് ഐക്കൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു രണ്ട് സെല്ലിലുള്ള വാല്യൂ ക്ലബ് ചെയ്തുകൊണ്ട് സിംഗിൾ ആക്കാൻ പറ്റുന്നുള്ളത്. അതിനാണ് മെയിനായിട്ട് ഈ കോൺകാറ്റിനേഷൻ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. അതൊരു വാല്യൂ ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ച് ക്ലബ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം 20, 30, 40 എന്നുള്ളത്. എനിക്കൊരു സിംഗിൾ സെല്ലിൽ തന്നെ 20, 30, 40 ആക്കണം. അതായത് റിസൾട്ട് എനിക്ക് വേണ്ടത് 20, 30 ആൻഡ് 40. ഈ ഒരു ലെവലിൽ റിസൾട്ട് വേണം. പക്ഷേ ഇനി അവിടെ ഇൻസേർട്ട് ചെയ്ത് മാനുവലിയാണ്. നമുക്ക് എങ്ങനെ ഈ കോൺകാറ്റിനേഷൻ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് ബിൽഡപ്പ് ചെയ്യാൻ നോക്കാം. ഇസ് ഈക്വൽ ടു 20 ആംപർസെന്റ് 30 ആംപർസെന്റ് 40 എൻ്റർ. സി ഇവിടെ ബിൽഡപ്പ് ചെയ്തു. റൈറ്റ്, ഇനി അവിടെ ചേഞ്ച് ചെയ്താലും 300 ആക്കിയാലും അവിടെ മാറുന്നത് കാണാം. റൈറ്റ്, ഈവൻ ഫോർ എക്സാമ്പിൾ MS Excel ഇവിടെ ഇൻസെർട്ട് ചെയ്തു. ഇത് നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് സിംഗിൾ നെയിം ആക്കണം. ഇസ് ഈക്വൽ ടു ദിസ് വൺ ആംപർസെന്റ് ആൻഡ് Excel എൻ്റർ. സി MS Excel. ഇനി ഇൻ കേസ് ഇതിൽ തന്നെ എനിക്കൊരു സ്പേസ് വേണം, അതായത് MS കൈൻഡ് സ്പേസ് വേണം. ആ ഒരു കേസിൽ സെല്ല് സെലക്ട് ചെയ്യുക, ശേഷം ഈ ഫോർമുല ബാറിൽ പോയി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ ഇൻസെർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഇൻസെർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പേസ് എന്നുള്ളത്. അതുകൊണ്ട് വീണ്ടും ഈ ആംപർസെന്റിന് ശേഷം ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് വീണ്ടും ആൻഡ്. ഓക്കെ, കാരണം ഇവിടെ ആൻഡ് അഡീഷണൽ ഇടാൻ കാരണം ഇതിൻ്റെ സ്പേസ് വേണം. സോ സ്പേസ് ഇട്ട് ഡബിൾ കോട്ടിനുള്ളിലാണ് സ്പേസ് ഇടേണ്ടത്. ശേഷം എൻ്റർ ചെയ്താൽ മതി. സി MS Excel മിഡിൽ വന്നു. ഇനി അധികം സ്പേസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫോർമുല ബാറിൽ ഈ സ്പേസിൻ്റെ അവിടെ തന്നെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ മതി. സി നമുക്ക് എത്ര സ്പേസ് വേണമെങ്കിൽ കിട്ടും, എൻ്റർ ചെയ്താൽ മതി. സി ആ ലെവലിൽ വന്നു. ഓക്കെ, സോ അതിനാണ് മെയിനായിട്ട് ഈ കോൺകാറ്റിനേഷൻ ആൻഡ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ഈക്വൽ ടു. അതായത് ഒരു പർട്ടിക്കുലർ സെല്ലിലുള്ള നമ്പർ വേറൊരു സെല്ലായിട്ട് ഈക്വൽ ടു ആണോ, ട്രൂ ആണോ, ഫാൾസ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ I3 എന്നുള്ള സെല്ലുള്ള വാല്യൂ 20 ആണ്. പക്ഷേ ഇവിടെ ഉള്ളതോ I4 ഉള്ളതോ 30 ആണ്. ഇത് ഈക്വൽ അല്ല. സോ നമുക്ക് നോക്കാം ഈക്വൽ ആണോ എന്ന് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട്. ഈക്വൽ ടു 20 ഇവിടെ ഉപയോഗിക്കുന്നത് ഈക്വൽ ടു സൈൻ ആണ്. റൈറ്റ്, അഗൈൻ ഈക്വൽ ടു ആദ്യത്തെ ഈക്വൽ ടു നമ്മുടെ ഫോർമുലേൻ്റെ ഈക്വൽ ടു ബൈ ഡിഫോൾട്ട് ആയി വരുന്നത്. രണ്ടാമത് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്ന ഈ ഫോർമുല ഈക്വൽ ടു. ഓക്കെ, ആൻഡ് 30 എൻ്റർ. സി ഫോൾസ് ആണ്, കാരണം ഇത് ഈക്വൽ അല്ല. ഇൻ കേസ് ഞാൻ 30 ഉള്ളത് 20 ആക്കുന്നു. എൻ്റർ. ട്രൂ, കറക്റ്റ് ആണ്. 20 മാച്ച് ഉണ്ടല്ലോ, ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് ട്രൂ വന്നത്. ഓക്കെ, ഐ മേക്ക് ഇറ്റ് 30 ഓൺലി. ഈ നെക്സ്റ്റ് ആണ് ഗ്രേറ്റർ ദാൻ. അതായത് ഒരു പർട്ടിക്കുലർ സെല്ലിലുള്ള വാല്യൂ വേറൊരു സെല്ലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം 20, 30. റൈറ്റ്, സോ ഈ ഒരു കേസിൽ 20നേക്കാളും കൂടുതലാണ് 30, 30നേക്കാളും കൂടുതൽ വാല്യൂ ആണ് 300. റൈറ്റ്, സോ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഈക്വൽ ടു 20
ഈസ് ഗ്രേറ്റർ ദാൻ 30. അതായത് ഇവിടെ ചോദിക്കുകയാണ് ഈ ഒരു വാല്യൂ ഇതിനേക്കാളും കൂടുതലാണെന്ന്. എല്ലാം നമുക്കറിയാം, റൈറ്റ്? എൻ്റർ ചെയ്യുന്നു. സി ഫോൾസ് ആണ്. ഇൻ കേസ് ഞാൻ 20 ഉള്ളത് 100 ആക്കുന്നു. എൻ്റർ. ട്രൂ. കാരണം ഓഫ് കോഴ്സ് ഈ ഒരു വാല്യൂ ഇതിനേക്കാളും കൂടുതലാണ്. സിമിലർ വേ ഇതിന് നേരെ ഓപ്പോസിറ്റ് ലെസ് ദാൻ. ഈക്വൽ ടു 300 ഈസ് ലെസ് ദാൻ 30. അതായത് ഈ 300 എന്നുള്ളത് 30നേക്കാളും കുറവുള്ള വാല്യൂ ആണുള്ളത്. അതെല്ലാം നമുക്കറിയാം, റൈറ്റ്? എൻ്റർ ചെയ്യുന്നു. ഫോൾസ്. ഇനി ഞാൻ 30 എന്നുള്ളത് 400 ആക്കുന്നു. എൻ്റർ ചെയ്യുന്നു. സി ഇവിടെ ട്രൂ ആയി വന്നു. അതായത് 300 എന്നുള്ള വാല്യൂ 400ക്കാളും കുറവാണെന്നു. അത് ട്രൂ ആയി വന്നു, റൈറ്റ്? സിമിലർ വേ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഫോർ എക്സാമ്പിൾ, ഈസ് ഈക്വൽ ടു 20 ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. അതായത് ഒരു പർട്ടിക്കുലർ സെല്ലിലുള്ള വാല്യൂ വേറൊരു സെല്ലിലുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതും ഈക്വലും ആണോ അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതലുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു കേസിൽ 20 ഈസ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 400 ക്ലിക്ക് ചെയ്യുന്നു. ഡെഫിനറ്റ്ലി ഇത് ഫോൾസ് ആയി കാണിക്കാം. ഇൻ കേസ് ഞാൻ 20 പ്രസ് ചെയ്യുന്നു, ഇത് ട്രൂ ആയി വന്നു, റൈറ്റ്? കാരണം ഇത് ഈക്വൽ ആണ്, റൈറ്റ്? ഇനി ഞാൻ 19 ഇൻസേർട്ട് ചെയ്താലോ അതും ട്രൂ ആണ്. ഇൻ കേസ് 21 ഇൻസേർട്ട് ചെയ്താലോ ഫോൾസ് ആണ്. കാരണം സോ ഈ ഒരു വാല്യൂ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വലും അല്ല, അതുപോലെ തന്നെ ഇതിനേക്കാളും കുറവുമാണ്, 21നേക്കാളും കുറവാണ്. അതുകൊണ്ട് ഫോൾസ് കാണിച്ചു. ഇത് നേരെ ഓപ്പോസിറ്റ് ലെസ് ദാൻ or ഈക്വൽ ടു 20 ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ആൻഡ് 21 എൻ്റർ ചെയ്യുന്നു. ട്രൂ കാണിച്ചു. അത് കറക്റ്റാണ്. കാരണം ഈ 20 എന്നുള്ള വാല്യൂ ഇതിനേക്കാളും കുറവാണ്, അതുകൊണ്ട് അത് കാണിച്ചത്. ഇൻ കേസ് ഞാൻ ഇത് 21 എന്നുള്ളത് 20 ഇൻസേർട്ട് ചെയ്യുന്നു, അതും ട്രൂ ആണ്. ഇൻ കേസ് ഞാൻ 17 ആക്കിയാലോ അത് ഫോൾസ് ആണ്. കാരണം ഈ 17നേക്കാളും കൂടുതൽ വാല്യൂ ആണ് 20 എന്നുള്ളത്, റൈറ്റ്? ഈ നെക്സ്റ്റ് ആണ് നോട്ട് ഈക്വൽ ടു. അതായത് ഈക്വൽ ആവാത്ത എങ്ങനെ മാച്ച് ചെയ്യാന്നുള്ളത്, അതാണ് ട്രൂ ഓർ ഫാൾസ് കാണിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു. ഈ നെക്സ്റ്റ് ആണ് നോട്ട് ഈക്വൽ ടു. അതായത് ഈക്വൽ അല്ലാത്ത ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമുലാണിത്. ഈക്വൽ ടു 20 നോട്ട് ഈക്വൽ ടുൻ്റെ സൈനാണ് ലെസ് ദാൻ ആൻഡ് മോർ ദാൻ. ലെസ് ദാൻ മോർ ദാൻ ഇൻസേർട്ട് ചെയ്തു. ആൻഡ് 17. കാരണം ഇത് രണ്ട് ഈക്വൽ അല്ല, അതുകൊണ്ട് ട്രൂ കാണിച്ചു. കാരണം ഇവിടെ വേണേൽ നോട്ട് ഈക്വൽ ടു ആണ് കാണിക്കുന്നത്, റൈറ്റ്? ഇത് ഈക്വൽ അല്ല, അതുകൊണ്ട് കറക്റ്റ് കാണിച്ചു. ഇൻ കേസ് ഞാൻ 20 ഇൻസേർട്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഫോൾസ്. കാരണം ഇത് ഈക്വൽ ആയി പോയി. നമുക്ക് വേണ്ടത് നോട്ട് ഈക്വൽ ടു സൈൻ ആവേണ്ടത്, അതുകൊണ്ടാണ് അവിടെ ട്രൂ കാണിച്ചത്, ഇപ്പം ഫോൾസ് കാണിക്കുന്നത്. അതായത് ഇതിന് നേരെ ഈക്വൽ ടുന് നേരെ ഓപ്പോസിറ്റ് ആണ് നോട്ട് ഈക്വൽ ടു എന്നുള്ളത്. ഓക്കെ? സോ ഈ ഒരു ഫോമുലയിൽ കാണിച്ചത് എക്സൽ ഫോമുല ഉപയോഗിക്കുന്ന മെയിൻ ഓപ്പറേറ്റേഴ്സ് ആണ്. അതിൻ്റെ ജസ്റ്റ് ബേസിക് മാത്രമാണ്. നമുക്ക് അഡ്വാൻസ് ലെവൽ ഡീൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ? ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹൗ ടു എൻ്റർ എ ഫോമുല ഇൻ എക്സൽ. എക്സലിൽ മൾട്ടിപ്പിൾ രീതിയിലൊരു ഫോമുല എൻ്റർ ചെയ്യാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് മെത്തേഡാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ A1 എന്നുള്ള സെല്ലിൽ എനിക്കൊരു ഫോമുല ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫോമുല എന്നുള്ള ടാബിൾ സെക്ഷനിൽ ഇവിടെ ഫസ്റ്റത്തെ ഫീച്ചർ കാണാം, ഇൻസേർട്ട് ഫംഗ്ഷൻ എന്നുള്ള. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിൻഡോ പോപ്പ് ആവും, ഇൻസേർട്ട് ഫംഗ്ഷൻ എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ്. ഓക്കെ? സെയിം ഡയലോഗ് ബോക്സ് തന്നെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം. ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു, പ്രസ് ഷിഫ്റ്റ് F3. സി ആ സെയിം വിൻഡോ ഇവിടെ ജനറേറ്റ് ചെയ്തു. ഒന്നുകിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫോമുല ഉള്ള സെക്ഷനിൽ ഫസ്റ്റ് ഫീച്ചർ ഉപയോഗിക്കുക, ഇൻസേർട്ട് ഫംഗ്ഷൻ എന്നുള്ളത്. സോ ഇവിടെ കാണാം ഇൻസേർട്ട് ഫംഗ്ഷൻ ഇവിടെ കാണിക്കുന്നത്. ഏത് ഫംഗ്ഷനാണ് ഈ ഒരു പർട്ടിക്കുലർ സെല്ലിൽ ഇൻസേർട്ട് ചെയ്യുന്നുള്ളത്. നമ്മൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ഈക്വൽ ടു സൈൻ ഇവിടെ ജനറേറ്റ് ചെയ്ത് കാണാം. ഞാൻ ഇവിടെ മാനുവലി ഇൻസേർട്ട് ചെയ്തില്ല. നമ്മൾ ഷിഫ്റ്റ് F3 അല്ലെങ്കിൽ ഇൻസേർട്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ഈക്വൽ ടു സൈൻ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്തു. ശേഷം നെക്സ്റ്റ് ചോദിക്കുകയാണ് നമുക്ക് ഏത് ഫംഗ്ഷനാണ് വേണ്ടത്, അതായത് ഏത് പ്രീ ഡിഫൈൻഡ് ഫോമുല വേണ്ടതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ എനിക്ക് സമ്മോ ആവറേജോ ഇഫോ ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും, റൈറ്റ്? ഈ ഡയലോഗ് ബോക്സിൽ കാണാം ഫസ്റ്റ് ഫീൽഡ് സെർച്ച് ഫോർ എ ഫംഗ്ഷൻ. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻസ് എന്താ സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത് ടൈപ്പ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദ ക്ലിക്ക് ആൻഡ് ഗോ. എനിക്ക് വേണ്ടത് സം ഫംഗ്ഷൻ ആണ് വേണ്ടത്. സോ ഇവിടെ കാണാം ഓൾറെഡി ഓർ സെലക്റ്റഡ് എ കാറ്റഗറി മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്. അതായത് ഞാൻ ഈ എക്സൽ യൂസ് ചെയ്ത റീസെൻറ്റ് ഫംഗ്ഷനാണ് ഇതൊക്കെ. സി സോ അതുകൂടാണ്ട് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എല്ലാ കാറ്റഗറിയിലുള്ള ഫംഗ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. സോ ഈ ഒരു കംപ്ലീറ്റ് കാറ്റഗറി കൗണ്ട് ചെയ്യുമ്പോൾ എല്ലാ ഫംഗ്ഷൻസ് കൂടി ഓൾമോസ്റ്റ് ക്ലോസ് ടു 500 പ്രീ ഡിഫൈൻഡ് ഫോമുല ഉണ്ടാവും. എനിക്കിവിടെ വേണ്ടത് ആവറേജ്. ആവറേജ് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇൻ കേസ് കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം ആവറേജ്. അതിനുശേഷം കാണാം ആവറേജ് എ, ആവറേജ് ഇഫ്. ഇതൊക്കെ കുറച്ച് അഡ്വാൻസ് ലെവൽ ഫംഗ്ഷൻസ്. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എത്തുമ്പോൾ എക്സാമ്പിൾ ത്രൂ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ? ഈ ഒരു ഡയലോഗ് ബോക്സിന്റെ ലെഫ്റ്റ് ബോട്ടം കോർണർ കാണാൻ പറ്റും ഹെൽപ്പ് ഓൺ ദിസ് ഫംഗ്ഷൻ എന്നുള്ള ഒരു ലിങ്ക്. സോ അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ഫംഗ്ഷൻ ആണോ ഇവിടെ സെലക്ട് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട ഒരു അഡ്വാൻസ് ലെവൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ആവറേജ് ഫംഗ്ഷൻ എന്താണ്, അതിന്റെ പേർപ്പസ് എന്താ, അതെങ്ങനെ ഉപയോഗിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു കേസിൽ നമുക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ support.microsoft എന്ന ലിങ്കിലേക്ക് പോകുന്നു. ആവറേജ് ഫംഗ്ഷൻ എന്താണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതിന്റെ സിൻഡെക്സ് എന്താണ്, റിമാർക്സ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഫോർ ടൈമിംഗ് ഞാൻ ഉപയോഗിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ബ്രീഫായി ഇവിടെ കൊടുത്തത് എന്താ ആവറേജ് ഫംഗ്ഷൻസ് എന്നുള്ളത്, റൈറ്റ്? സോ നമുക്ക് ആവറേജ് എന്താണെന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് അറിയാം. ഫോർ എക്സാമ്പിൾ 10 + 20 30. 30ന്റെ ആവറേജ് എത്ര 50, റൈറ്റ്? സോ ആ ലെവലാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
സോ അതുമല്ല ഇവിടെ ബ്രീഫായിട്ട് എന്താ ആവറേജ് ഫംഗ്ഷൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഡെപ്തിലേക്ക് പോവാം. ഇത് സെലക്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. സോ ഇവിടെ ഒരു വിൻഡോ പോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഈസിക്കലിന് ശേഷം ആവറേജ് ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ് കൂടെ ഓട്ടോമാറ്റിക്കലി വന്നു, റൈറ്റ്? ഈ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു ഫംഗ്ഷൻ ആൻഡ് ഫോമുല യൂസ് ചെയ്യുമ്പോഴും ഈക്വൽ ടു കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുക്കേണ്ടത് ഒരു ബ്രാക്കറ്റിൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് വന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഇൻപുട്ട് ഇല്ല, അതായത് ഒരു ആർഗ്യുമെന്റ്സ് സെറ്റ് ചെയ്തില്ല. ഇൻപുട്ടിന് ഇവിടെ പറയുന്ന പേരാണ് ആർഗ്യുമെന്റ്. സോ ഈ ഒരു കേസിൽ എനിക്ക് നമ്പർ 1 ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താ 10 ആൻഡ് നമ്പർ 2 സെക്കൻഡ് ആർഗ്യുമെന്റ്. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു സെക്കൻഡ് ഫീൽഡ് 20 ഇട്ടപ്പം ഓട്ടോമാറ്റിക്കലി തേർഡ് ഫീൽഡ് ഇവിടെ ജനറേറ്റ് ചെയ്തു, റൈറ്റ്? ഇനി തേർഡ് ഫീൽഡിൽ ഞാൻ 30 ഇട്ടു, ഓട്ടോമാറ്റിക്കലി ഫോർത്ത് ഫീൽഡ് ജനറേറ്റ് ചെയ്തു. സോ അപ് ടു 255 ആർഗ്യുമെന്റ്സ് വരെ അറ്റ് എ ടൈം നമുക്ക് ഇവിടെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഫോർ ടൈമിംഗ് ഞാൻ ജസ്റ്റ് 2 ആർഗ്യുമെന്റ് ഇടുന്നത് 10 ആൻഡ് 20. ഓക്കെ, ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. സി ഇവിടെ റിസൾട്ട് വന്നത് കാണാം 50 എന്നുള്ളത്. സോ ഇതിൻ്റെ ഫോമുല ആണെങ്കിൽ ഇവിടെ ഫോമുല വാൾ കാണാൻ പറ്റും. ഈസിക്കൽ ടു ആവറേജ് 10,20, അതായത് ടോട്ടൽ 30ൻ്റെ ആവറേജ് ആണ് 50 എന്നുള്ളത്. ഈവൻ ഞാൻ ഇവിടെ 10,20 ഇവിടെ ഇൻസെർട്ട് ചെയ്തു. ഈ 2 സെല്ലും സെലക്ട് ചെയ്യുക. ഇവിടെ ഡൗണിൽ കാണാൻ പറ്റും നമ്മുടെ 50 എന്നുള്ളത്. സി ഇത് എൻ്റെ പ്രീവിയസ് ലെസൺ ഞാൻ പറഞ്ഞതാണ്. സോ ഇവിടെ കാണിക്കുന്നത് ഏതൊക്കെ രീതിയിൽ ഒരു ഫോമുല എൻ്റർ ചെയ്യുക എന്നുള്ളതിനാണ്. ഓക്കെ, സോ എഗെയിൻ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഒരു സെല്ലിൽ എനിക്ക് സം ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യണം. ആ സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് വീണ്ടും ഷിഫ്റ്റ് F3 സം സെലക്ട് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. ആ സെയിം വിൻഡോ പോപ്പ് ചെയ്തു. ഇവിടെ കാണാം ഓട്ടോമാറ്റിക് ഈസിക്കൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്. ഞാൻ ഇവിടെ മാനുവലി ടൈപ്പ് ചെയ്തില്ല, ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ഇനി എനിക്ക് വേണ്ടത് സം 1 + 1 2 ആക്കിയിട്ടുണ്ട്, റൈറ്റ്? 1 and 1. ഇനി വേണമെങ്കിൽ ഒരു ആർഗ്യുമെന്റ്സ് കൂടി ഇടുന്നു, 2, ടോട്ടൽ 4 കിട്ടും, റൈറ്റ്? സോ ഇവിടെ പ്രിവ്യൂ കാണാൻ ഇതിൻ്റെ റിസൾട്ട് തന്നെ 4 എന്നുള്ളത്, റൈറ്റ്? ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ ഇവിടെ 4 വന്നു. ഇതാണ് ഒരു മെത്തേഡ്. സോ ഈ ഒരു മെത്തേഡ് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഫോമുല എൻ്റർ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ 20, 30. സോ ഈ ഒരു സെല്ലിൽ എനിക്ക് റിസൾട്ട് വേണ്ടത് ഇതിൻ്റെ സമ്മാണ് വേണ്ടത്, അല്ലെങ്കിൽ ആവറേജാണ് വേണ്ടത്. സോ ഈസിക്കൽ ടു ആവറേജിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആൽഫബറ്റ് A ആണല്ലോ, അതിനുശേഷം AVER. സി അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ് വന്നു. ഫസ്റ്റ് ഇതാണ് ആവറേജ്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്തു. നമ്പർ 1, നമ്പർ 2, അതായത് ഇൻപുട്ട്, അത് ആർഗ്യുമെന്റ്സ് ചോദിക്കാം. എനിക്ക് നമ്പർ 1 20 ആണ് വേണ്ടത്, ഈ ഒരു സെൽ റെഫറൻസ് ആണ് വേണ്ടത്. ശേഷം കോമ ചോദിക്കുന്നത്, റൈറ്റ്? ഇവിടെ കാണാം കോമ 2. സെക്കൻഡ് ആർഗ്യുമെന്റ് നോക്കൂ, ബോൾഡായി വന്നു, 30 പ്രസ് ചെയ്തു. ഈ സെൽ റെഫറൻസ് സെലക്ട് ചെയ്തു, അതായത് 30 എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? അടുത്തൊന്നുമില്ല, എനിക്ക് 2 ആർഗ്യുമെന്റ്സ് ഇവിടെ വേണ്ടത്. ശേഷം ഇവിടെ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടായിട്ട് ഒരു ക്ലോസ് ബ്രാക്കറ്റും വേണം. ഇവിടെ ഏറ്റവും എൻഡിൽ ക്ലോസ് ബ്രാക്കറ്റ് കാണാം, റൈറ്റ്? ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ ചെയ്തു. സി 25. സോ 20 + 30 50. 50ൻ്റെ ആവറേജ് 25. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു 30 എന്നുള്ളത് 40 ആക്കിയാലും അവിടെ റിസൾട്ട് വന്നു. ഓക്കെ, നെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ സം ടോട്ടൽ കിട്ടണം. സോ ഈസിക്കൽ ടു SUM സം. ഓക്കെ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ സെൽ റെഫറൻസ് സെലക്ട് ചെയ്യുന്നു, കോമ, ആൻഡ് സെക്കൻഡ് സെൽ റെഫറൻസും ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ. ഈവൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഈസിക്കൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്. ആ കോമയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ആ റെസ്പെക്റ്റീവ് സെൽ റെഫറൻസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, റേഞ്ച് മുതൽ. ഓക്കെ, ഇവിടെ കോമ ഒന്നും ഇൻസേർട്ട് ചെയ്തില്ല. ക്ലോസ് ദി ബ്രാക്കറ്റ്. സി ഇവിടെ 60 വന്നു. ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസ്പെക്റ്റീവ് ഫംഗ്ഷനാലിറ്റീൻ്റെ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻ ഫോമുലേൻ്റെ ഇൻഡെപ്ത് നോളജ് അറിയണമെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, റൈറ്റ്? സോ ആ ഒരു കേസിൽ നമുക്ക് മാനുവലി എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഈസിക്കൽ ടു ആവറേജ് ഓപ്പൺ ബ്രാക്കറ്റ്, ആ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്. ആ ക്ലോസ് ബ്രാക്കറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ ഇവിടെ ആവറേജ് കാണാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇവിടെ കാണാൻ പറ്റും ആവറേജ് എന്നുള്ള സെപ്പറേറ്റ് ലിങ്ക് ആയിട്ട് വന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഹെൽപ്പ് എന്നുള്ള ആ സെക്ഷനിലേക്ക് പോകും. സോ ആ ഒരു ആവറേജ് ഫംഗ്ഷനായി ബന്ധപ്പെട്ട ആ ഒരു ഹെൽപ്പ് മൊഡ്യൂൾ ഇവിടെ ജനറേറ്റ് ചെയ്തു. സി ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു ആൻഡ് എസ്കേപ്പ് ഇറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇനീഷ്യലി കാണിച്ച ആ മെത്തേഡ് ഇവിടെ ക്ലബ് ചെയ്ത് യൂസ് ചെയ്താൽ ഈസിക്കൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്, ശേഷം ഷിഫ്റ്റ് F3 പ്രസ് ചെയ്താൽ മതി. സി ആ സെയിം വിൻഡോ വന്നു നേരത്തെ. അതിനുശേഷം ഈ 2 ഫീൽഡിൽ റെസ്പെക്റ്റീവ് സെൽ റെഫറൻസ് ക്ലിക്ക് ചെയ്യണം. സോ ഇവിടെ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക, ഇത് എഡിറ്റ് മോഡിൽ വന്നു. ശേഷം 20 പ്രസ് ചെയ്തു. നെക്സ്റ്റ് നമ്പർ 2 ഫീൽഡിലേക്ക് വരാം, വീണ്ടും കഴ്സർ പ്ലേസ് ചെയ്യുക, എഡിറ്റ് മോഡിലേക്ക് വന്നു. നെക്സ്റ്റ് സെൽ റെഫറൻസ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഓക്കെ പ്രസ് ചെയ്താൽ മതി. സി 60ലേക്ക് വന്നു. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇതാരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഏറ്റവും ബെറ്റർ വേ ഞാൻ നേരത്തെ കാണിച്ച ആ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫോമുല ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ 2 സെൽ റെഫറൻസ് നമുക്ക് വേറൊരു ഷീറ്റിലാണെങ്കിലോ ഈ സെയിം ഫയൽ തന്നെ. ഫോർ എക്സാമ്പിൾ ഇവിടെ 20 ഇവിടെ ടൈപ്പ് ചെയ്തു, ഇനി വേറെ ഷീറ്റിൽ ഞാനിവിടെ 40 ഇവിടെ ടൈപ്പ് ചെയ്തു. എനിക്ക് റിസൾട്ട് ഇവിടെ വേണ്ടത്. ഈസിക്കൽ ടു സം 20 കോമ നെക്സ്റ്റ് സെൽ റെഫറൻസ് എവിടെയാണ്? ഈ ഒരു ഷീറ്റിലുള്ളത് 40, റൈറ്റ്? സെലക്ട് ചെയ്തു ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ് എൻ്റർ ചെയ്തു. സി 60 ഇവിടെ ജനറേറ്റ് ചെയ്തു.
പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പർട്ടിക്കുലർ റിസൾട്ടിൻ്റെ അവിടെ കേസർ വെച്ച് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർമുല ബാറിൽ കാണാം ഇസിക്കൽ സം D2 ഉദ്ദേശിക്കുന്നതാണ്. നെക്സ്റ്റ് ഇവിടെ കാണിക്കുന്നത് എഡിറ്റിംഗ് എ ഫോർമുല /L4. എഡിറ്റിംഗ് എ ഫോർമുല ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഷീറ്റിൻ്റെ പേരാണ്, റൈറ്റ്? ഈ ഒരു ഷീറ്റിലാണ് ഈ L4 ഈ ഒരു എമൗണ്ട് ഉള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പിക്ക് ചെയ്തത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു, ഇവിടെ ഡിലീറ്റ് ചെയ്തു. ഈവൻ ഈ സെയിം ഇൻസേർട്ട് ഫംഗ്ഷൻ എന്നുള്ള ഫീച്ചേഴ്സ് ഇവിടെയും കാണാൻ പറ്റും ഫോർമുല ബാറിൽ ലെഫ്റ്റ് സൈഡ്. സി ഇൻസേർട്ട് ഫംഗ്ഷൻ ചെറിയൊരു എഫക്ട്സ് കാണുന്നില്ലേ? ഇത് ക്ലിക്ക് ചെയ്ത് തന്നെ സെയിം വിൻഡോ ഇവിടെ പോപ്പപ്പ് ചെയ്തു. ഓക്കെ, സോ എല്ലാവർക്കും ഈ ടോപ്പിക്കിലുള്ള ഈ ഒരു ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കാണിച്ച ജസ്റ്റ് ഒരു ബേസിക് ഫംഗ്ഷനാലിറ്റിയാണ് എങ്ങനെ ഒരു ഫോർമുല എൻ്റർ ചെയ്യാന്നുള്ളത്. ഇനി അപ്കമിംഗ് ലെസണിൽ കൂടുതൽ എക്സാമ്പിൾ വെച്ചിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് കവർ അപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഹൗ ടു എഡിറ്റ് എ ഫോർമുല ഇൻ എക്സൽ. നമുക്ക് എക്സാമ്പിൾ ത്രൂ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, എക്സലിൽ നമുക്ക് 3 രീതിയിൽ ഒരു ഫോർമുല മോഡിഫൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണത് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം 100 ടോട്ടൽ ഇതിൻ്റെ സം ഇവിടെ കാണിച്ച് 200 എന്നുള്ളത്, റൈറ്റ്? സോ ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്ട്ലി ഫോർമുല ബാറിൽ പോയിട്ട് എഡിറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇവിടെ കാണാം അതിൻ്റെ ഫോർമുല. എനിക്ക് സമ്മിന് പകരം ഇത് ആവറേജ് ആക്കണം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ. സോ ഇത് എഡിറ്റ് മോഡിൽ കൺവേർട്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് സമ്മ് നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു ബാക്ക് സ്പേസ് ഉപയോഗിച്ചിട്ട്. ശേഷം എനിക്ക് ആവറേജ് കാണും. ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ആവറേജ് എന്നുള്ളത്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, എൻ്റർ. സി ഇത് ആവറേജിലേക്ക് വന്നു. സോ ടോട്ടൽ 200 ആവറേജ് 100. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് ഏത് സെല്ലിലാണോ ആ ഫോർമുല ഉള്ളത് ആ സെല്ലിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സി ഇവിടെ എഡിറ്റ് മോഡിലേക്ക് വന്നു. വീണ്ടും ഞാൻ ആവറേജിലേക്ക് കൊടുക്കുന്നു, ആവറേജ്, എൻ്റർ. സി അത് കൺവേർട്ട് ചെയ്തു. ഇനി അടുത്ത് കാണിക്കുന്ന ഒരു ഈസി ഷോർട്ട് കട്ട് കീ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഏത് സെല്ലിലാണോ ഫോർമുല ഉള്ളത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ശേഷം പ്രസ് F2. സി എഡിറ്റ് മോഡിലേക്ക് വന്നു. ഡയറക്റ്റ്ലി ഇവിടെ എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോപ്പിംഗ് ആൻഡ് പേസ്റ്റിംഗ് എ ഫോർമുലാസ് ഇൻ എക്സൽ. നമുക്ക് എക്സലിൽ മൾട്ടിപ്പിൾ രീതിയിൽ ഒരു പർട്ടിക്കുലർ ഫോർമുല കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഈസി മെത്തേഡാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് ചെറിയൊരു ഡാറ്റാബേസ് ആണിത്, ക്വാണ്ടിറ്റി പ്രൈസ് ടോട്ടൽ. സോ ഫസ്റ്റ് തന്നെ ഞാൻ മാനുവലി ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇസിക്കൽ ടു A2 എന്നുള്ള റെഫറൻസ്, അതായത് 100 into this price 23 എൻ്റർ. റിസൾട്ട് കിട്ടി. ഈ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെറിയൊരു ഡാറ്റാബേസ് ആണ്. ഇൻ കേസ് ഇതൊരു മോർ ദാൻ 1 lakh ലൈൻ ഐറ്റംസ് ഉണ്ടെങ്കിലോ അത്തരം കേസിൽ നമുക്ക് എങ്ങനെ ഈസി മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെസ്പെക്റ്റീവ് ഫോർമുല കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ എവിടെയാണോ ആദ്യത്തെ ഫോർമുല മാനുവലി ഇൻസേർട്ട് ചെയ്തത് ആ ഒരു പർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്യുക. ശേഷം ഈ റൈറ്റ് കോർണറിലെ ഗ്രീൻ ഡോട്ടിന്റെ അടുത്തേക്ക് മൗസ് മൂവ് ചെയ്യിപ്പിക്കുക. സോ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള സെല്ലിലേക്കും ആ ഫോർമുല ഇമ്പാക്റ്റ് ആയി. സി ഓക്കെ, ഈ നെക്സ്റ്റ് മെത്തേഡാണ് ജസ്റ്റ് ഡ്രാഗ് ചെയ്യിപ്പിക്കുക. ആ സെയിം വേ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന പകരം ഡ്രാഗ് ചെയ്താൽ മതി. അതുമല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഫോർമുല എൻ്റർ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ഈ കേസിൽ C7 ഫോർമുല എൻ്റർ ചെയ്യേണ്ടത്, ആ സെല്ലിൽ കേഴ്സർ പ്ലേസ് ചെയ്യുക. ശേഷം കൺട്രോൾ ഷിഫ്റ്റ് അപ്പ് ആരോ, അതായത് എവിടുന്നാണോ ഫോർമുല നമുക്ക് പിക്ക് ചെയ്യേണ്ടത് ആ സെല്ല് വരെ ഇത് സെലക്ട് ആവും. സോ ഇവിടെ സെലക്ഷൻ ഏരിയ കംപ്ലീറ്റ് കവർ അപ്പ് ചെയ്തു. ശേഷം കൺട്രോൾ D പ്രസ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ഇവിടെ ബാക്ക് ചെയ്തു, റൈറ്റ്? ഇനി വേറൊരു മെത്തേഡാണ്, ഇതാരും യൂസ് ചെയ്യലില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. ഏത് സെല്ലിലാണോ ഫോർമുല സ്റ്റാർട്ട് ചെയ്തത് ആ സെൽ സെലക്ട് ചെയ്യുക. ശേഷം കൺട്രോൾ C, ശേഷം ആ ലിസ്റ്റ് ഓഫ് സെൽ അല്ലെങ്കിൽ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. കാരണം ഈ ഏരിയയിലാണ് എനിക്ക് ഫോർമുല ഇവിടെ ഇമ്പാക്ട് ചെയ്യിപ്പിക്കേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്യാം മൗസിന്റെ, പേ സ്പെഷ്യൽ ഫോർമുലാസ്. ഓക്കെ, സി. പക്ഷേ ഈ ഒരു മെത്തേഡ് ആരും യൂസ് ചെയ്യാറില്ല, കുറച്ച് ടൈം എടുക്കുന്ന സംഭവമാണ്. ഏറ്റവും ബെസ്റ്റ് വേ എന്താ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ ലെസണിൽ വരുന്ന ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫോർമുല ഓഡിറ്റിംഗ് ആൻഡ് ഡീബഗ്ഗിംഗ്. എക്സലിൽ ഈ ഒരു ഫീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി നിങ്ങളൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ലൈക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ട്, മാനേജ്മെൻറ്റ് റിപ്പോർട്ട്, സെയിൽസ് റിപ്പോർട്ട് എക്സെട്രാസ്. ഈ ഒരു ഫീച്ചർ ആക്സസ് ചെയ്യണമെങ്കിൽ ഗോ ടു ഫോർമുല ടാബ്. ഇവിടെ കാണാം ഫോർമുല ഓഡിറ്റിംഗ് ഉള്ള സെപ്പറേറ്റ് കാറ്റഗറി, റൈറ്റ്? അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഫീച്ചേഴ്സും 1 by 1 എക്സാമ്പിൾ ത്രൂ എങ്ങനെയുള്ളത് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ തന്നെ ട്രൈസ് പ്രസിഡൻസ്. ഒരു പർട്ടിക്കുലർ സെല്ലിലുള്ള ഫോർമുല ഏതൊക്കെ സെൽ റെഫറൻസിനാണ്, അതുമല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് പിക്ക് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 10 ടൈപ്പ് ചെയ്തു, ഇവിടെ 10 and 20. ഈ ഒരു സെല്ലിൽ ഞാൻ സം ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഇസിക്കൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്, ഈ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ. ഇവിടെ 40 കിട്ടി, റൈറ്റ്? സോ ഇതൊരു ചെറിയൊരു ഡാറ്റയാണ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടുന്നാന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും ഫോർമുല ബാറിൽ. പക്ഷേ ഇതൊരു ഹ്യൂജ് റിപ്പോർട്ട് ആണെങ്കിൽ നമുക്കൊരു ക്വിക്ക് വ്യൂവിൽ അറിയാൻ പറ്റണം ഏതൊക്കെ സെൽ റെഫറൻസിലാണ് ഇത് പിക്ക് ചെയ്തെന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ സോഴ്സ് എവിടുന്നാന്നുള്ളത്. അതിനാണ് മെയിനായിട്ട് നമ്മൾ ട്രാഷ് പ്രസിഡൻസ് യൂസ് ചെയ്യുന്നത്. ഏത് സെല്ലിലാണോ ഫോർമുല ആ പർട്ടിക്കുലർ സെൽ സെലക്ട് ചെയ്യുക. ശേഷം ട്രൈസ് പ്രസിഡൻറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സി ഇപ്പോൾ കാണിച്ചു ഈ ഒരു സെക്ഷനിലാണ് കംപ്ലീറ്റ് ഡാറ്റ ഇവിടുന്ന് പിക്ക് ചെയ്തത്. ഓക്കെ, ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ആരോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. റിമൂവ് ചെയ്തു. ഇനി എഗെയിൻ ഞാൻ ഈ സെല്ലിൽ ഇസിക്കൽ ടു ദിസ് 1 + 10 ഇവിടെ ഫോർമുലയാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫോർമുല ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഇസിക്കൽ ടു സം എന്നുള്ള ഇവിടെ മാനുവലി ഫോർമുല അപ്ലൈ ചെയ്തു. P5 അതായത് ഈ 40 + 10 എൻ്റർ ചെയ്തു, 50 കിട്ടി.
ഞാൻ 15ൻ്റെ മുകളിൽ കേഴ്സർ പ്ലേസ് ചെയ്യുന്നു. ഞാൻ ട്രേസ് പ്രസിഡൻസ് ക്ലിക്ക് ചെയ്യുന്നു, സിംഗിൾ ക്ലിക്ക്. അപ്പോൾ എനിക്കറിയാൻ പറ്റി ഇത് എവിടുന്ന ഡാറ്റ വന്നെന്നുള്ളത്. പക്ഷേ എഗെയിൻ എനിക്ക് മേക്ക് ഷുവർ ചെയ്യണം ഈ 40 എന്നുള്ളത് മാനുവലി ഇൻസേർട്ട് ചെയ്തതാണോ അതുമല്ലെങ്കിൽ സെൽ റെഫറൻസ് നിന്ന് പിക്ക് ചെയ്താണെന്നുള്ളത്. നമുക്കറിയാം 40 വന്നത് ഈ ഒരു സെക്ഷനിലാണ്. സോ ജസ്റ്റ് ഒന്ന് ഒരു വാട്ടം കൂടി ക്ലിക്ക് ചെയ്താൽ മതി, ട്രേസ് പ്രസിഡൻസ് എന്നുള്ളത്. നമുക്ക് കറക്റ്റ് കിട്ടി. 50 വന്നത് 40 എന്നാണ്, 40 വന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഓക്കെ, ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ആൻഡ് അഗെയിൻ ഈ ഒരു സെല്ലിൽ ഇസിക്കൽ ടു ദിസ് വൺ ഇൻ ടു 10 500 കിട്ടി. സോ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു, ട്രേസ് പ്രസിഡൻസ്, ട്രേസ് പ്രസിഡൻറ്റ്, ട്രേസ് പ്രസിഡൻറ്റ്. നമുക്കിപ്പോൾ കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് ഇത് എവിടെ നിന്നൊക്കെയാണ് പിക്ക് ചെയ്തെന്നുള്ളത്, റൈറ്റ്? സോ ട്രേസ് പ്രസിഡൻസ് പേർപ്പസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു, ഡിലീറ്റ്. ഞാൻ ജസ്റ്റ് 40ന് മുകളിൽ കേഴ്സർ വെച്ചു. ഞാൻ ട്രേസ് പ്രസിഡൻറ്റ് ക്ലിക്ക് ചെയ്തു. വീണ്ടും ട്രേസ് പ്രസിഡൻറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോമുല അല്ല, ഇതൊരു മാനുവൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതുകൊണ്ട് ആ ഒരു ലെവലിൽ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ട്രേസ് ഡിപ്പെൻഡൻസ്. അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത മാനുവലി ഇൻസേർട്ട് ചെയ്ത ഓരോ ഫിഗേഴ്സും ഈ ഒരു ലിസ്റ്റ് ഓഫ് ഫിഗേഴ്സ് ഏതൊക്കെ ഫോമുലായി ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ 10 സെലക്ട് ചെയ്തു, ട്രേസ് ഡിപ്പെൻഡൻസ് ഇതുമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ 10 സെലക്ട് ചെയ്തു, ട്രേസ് ഡിപ്പെൻഡൻസസ് ഇതിൽ ബന്ധമുണ്ട്. സിമിലർ വേ 20 സെലക്ട് ചെയ്തു, ട്രേസ് ഡിപ്പെൻഡൻസ്. ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. ഞാൻ 40ന് മുകളിൽ കേഴ്സർ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേസ് ഡിപ്പെൻഡൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ ഒരു സെല്ലുള്ള ഫോമിൽ എവിടെയും ഡിപ്പെൻഡ് ആയി കിടക്കുന്നില്ല. ആക്ച്വലി ഇതാണ് ഇതിനായി ഡിപ്പെൻഡ് ആയി കിടക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ട്രൈ പ്രസിഡൻസും ട്രൈ ഡിപ്പെൻഡൻസും നേരെ ഓപ്പോസിറ്റ് ആണ്. എസ്പെഷ്യലി മാനേജ്മെൻറ്റ് റിപ്പോർട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് വളരെ ഉപകരിക്കും. ഓക്കെ, സോ റിമൂവ് ആരോസ് നമുക്ക് എന്താണെന്ന് അറിയാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡ്രോപ്പ് ഡൗൺ ഏരിയ കാണാം. ഇവിടെ കാണാം റിമൂവ് പ്രസിഡൻസ് ആരോ, റിമൂവ് ഡിപ്പെൻഡൻസ് ആരോ. അത് സ്പെസിഫിക് ഫീച്ചേഴ്സിൻ്റെ ആരോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഷോ ഫോമുലാസ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 42, സിമിലർ വേ ഇവിടെ ഇസിക്കൽ ടു സം ദിസ് വൺ 40 into 10 ചെയ്തു. ആൻഡ് ഈ സെല്ലിൽ ഇസിക്കൽ ടു ആവറേജ് ഇട്ടു. ദിസ് വൺ 400 പ്ലസ് 40, 40 ക്ലോസ് ദി ബ്രാക്കറ്റ് 220. ഓക്കെ, എനിക്ക് ഈ ഷീറ്റിൽ ഏതൊക്കെ സെല്ലിൽ ഏതൊക്കെ ഫോമുലയാണ് അപ്ലൈ ചെയ്തതെന്ന് അറിയണം. അതായത് എനിക്ക് വാല്യൂ കാണിക്കണം, ഫോമുല കാണിച്ചാൽ മതി. ജസ്റ്റ് സിംപ്ലി ക്ലിക്ക് ഓൺ ദിസ് ഓപ്ഷൻ, അതായത് ഷോ ഫോമുല എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കംപ്ലീറ്റ് കാണിച്ചു. ഇസിക്കൽ ടു സം P5 into 10 ഈ ഒരു സെല്ലിൽ കാണാം. ഇവിടെ ആവറേജ് അപ്ലൈ ചെയ്തത്, ഇവിടെ സം അപ്ലൈ ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തതാണ്. ഇവിടെ റിസൾട്ട് കാണിക്കില്ല, അത് ഫോമുല കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കേഴ്സർ ഇവിടെ മൂവ് ചെയ്യിപ്പിച്ചാൽ കാണാൻ പറ്റും. ഡിസ്പ്ലേ ദ ഫോമുല ഇൻ ഈച്ച് സെൽ ഇൻസ്റ്റെഡ് ഓഫ് റിസൾട്ടിംഗ് വാല്യൂ. ഓക്കെ, മെയിനായിട്ട് ഈ ഫീച്ചേഴ്സിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ കൊടുത്ത ഫോമുല നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ അത് റിമൂവ് ചെയ്യണമെങ്കിൽ സെയിം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഷോ ഫോമുല. അത് നോർമൽ രീതിയിലേക്ക് വന്നു. 40, 220 and 400. ഓക്കെ, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ആൻഡ് ഡിലീറ്റ്. ഇനി പുതിയൊരു ഫോമുല അപ്ലൈ ചെയ്യുന്നു. ഈക്വൽ ടു 10 into 10 minus 20 എൻ്റർ ചെയ്തു, 80 കിട്ടി. ഓക്കെ, സോ എനിക്ക് ഈ ഫോമുല എങ്ങനെ വന്നു എന്നുള്ള ഇവാലുവേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് ആണ് ഇവാലുവേറ്റ് ഫോമുല. അതിന് മുന്നേ എറർ ചെക്കിംഗ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഏത് സെല്ലിലാണോ ഫോമുല ഉള്ളത് ആ സെല്ലിൽ കേഴ്സർ പ്ലേസ് ചെയ്യുക, ഇവാലുവേറ്റ് ഫോമുല ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഇവാലുവേറ്റ് ഫോമുല ഡയലോഗ് ബോക്സ് ഇവിടെ അപ്പിയർ ചെയ്തു. ലെഫ്റ്റ് സൈഡ് കാണാം റെഫറൻസ് എന്നുള്ളത്. ഷീറ്റിൻ്റെ പേരും സെൽ റെഫറൻസ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ബോക്സിൽ കൂടെ നമുക്ക് കാണാൻ പറ്റാം ഇതിൻ്റെ റിസൾട്ട്. സോ ബൈ ഡിഫോൾട്ടായി ആദ്യം ഇവിടെ കാണിക്കുക അതിൻ്റെ ഫോമുലയാണ്. ഈ ഫോമുല പോലെ കാണിക്കുന്ന സെയിം ഫോമുല അവിടെ കാണിക്കുന്നത്. സോ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഫസ്റ്റ് സെൽ റെഫറൻസ് താഴെ ഒരു അടിവര കൊടുത്തത്, റൈറ്റ്, ഒരു അണ്ടർലൈൻ. ഇതിനെക്കുറിച്ചിട്ടാണ് ഫസ്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ K3 എന്നുള്ളത്? സോ അതിന് ഫസ്റ്റ് ഇവിടെ ഇവാലുവേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ കൊടുത്തത് 10 ആണ്, റൈറ്റ്. നെക്സ്റ്റ് അണ്ടർലൈനുള്ള K6 ആണ്. K6 എന്താണെന്ന് അറിയണം, ഇവാലുവേറ്റ് ചെയ്തു. 10 ആണ് വീണ്ടും കൊടുത്തത്, 10 into 10, റൈറ്റ്. സോ ഇപ്പോൾ ഇതിന് രണ്ടിനും അണ്ടർലൈൻ വന്നു. അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവാലുവേറ്റ് ചെയ്തു വീണ്ടും, അതിൻ്റെ റിസൾട്ട് 100 വന്നു. ഇനി മൈനസ് K9നും അണ്ടർലൈനും വന്നു, റൈറ്റ്. K9 ഏതാ? ഇതാണ് 20 എന്നുള്ളത്. അതെന്താണെന്ന് അറിയണം, ഇവാലുവേറ്റ് ചെയ്തു, അത് 20 ആണ്. സോ ഇത് നേരത്തെ കിട്ടിയ 100ഉം -20ഉം മൊത്തത്തിൽ അണ്ടർലൈനും വന്നു. ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവാലുവേറ്റ് ചെയ്തു, ടോട്ടൽ 80 കിട്ടി. സോ നമ്മൾ ഓരോ സെല്ലിലുള്ള വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് അവസാനം കിട്ടിയ റിസൾട്ടാണ് 80. ഇത് എസ്പെഷ്യലി നമ്മൾ വലിയ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സെല്ലുള്ള ഫോമിൽ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് എറർ ചെക്കിങ് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു 10 into 10. ഞാൻ ഈ സ്റ്റാർ അതായത് ഇൻറ്റുവിന് പകരം ബൈ മിസ്റ്റേക്ക് ആയിട്ട് നമ്മുടെ ആൽഫബറ്റിലുള്ള X കൊടുത്തു ആൻഡ് 20 എൻ്റർ ചെയ്തു. ഇവിടെ കറക്റ്റ് റിസൾട്ട് വരുന്നില്ല,
കാരണം ഇവിടെ നമുക്ക് അറിയാൻ പറ്റും നമുക്കൊരു ടെക്സ്റ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്തു, അതായത് എക്സ് എന്നുള്ളത് നമുക്ക് കൊടുക്കേണ്ടത് ആക്ച്വലി സ്റ്റാർ ആണ് മൾട്ടിപ്ലിക്കേഷന് പകരം, പക്ഷേ ബൈ മിസ്റ്റേക്ക് ഞാൻ ഈ എക്സ് എന്ന് കൊടുത്തുപോയി, അതുകൊണ്ടാണ്. സോ എനിക്ക് ഈ എറർ ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ എറർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, അതിനാണ് എറർ ചെക്ക് എന്നുള്ള ഓപ്ഷൻ. സോ ഏത് സെല്ലിലാണ് എറർ ഉള്ളത് ആ സെല്ല് സെലക്ട് ചെയ്യുക, ശേഷം എറർ ചെക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡയലോഗ് ബോക്സ് ഇവിടെ അപ്പിയർ ചെയ്തു, എറർ ചെക്ക് ചെയ്യും. എറർ ഇൻ സെൽ N5 ഏത് എററാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. N5 എന്നുള്ള സെല്ലിൽ റൈറ്റ് ഇത് N5 ആണ്. സി നമ്മൾ അപ്ലൈ ചെയ്ത ഫോമുല ഇവിടെ കാണിക്കുന്നത് സെയിം ഫോമുല ബാർ ഇവിടെ കാണാൻ പറ്റും. ഇനി എററിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഓൺ ദിസ് എറർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ support.microsoft.office എന്നുള്ള സൈറ്റിലേക്ക് പോകും, അതിലും നമുക്കൊന്നുകൂടി കൂടുതൽ വിശദമായി പഠിക്കാൻ പറ്റും. ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു, അതിനിപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ അതിന് തൊട്ട് താഴെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഷോ കാൽക്കുലേഷൻ സ്റ്റെപ്സ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സ്റ്റെപ്സ് കാണിക്കും, അതായത് ഇവാലുവേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. കുറച്ച് മുന്നേ നമ്മൾ കണ്ടു എന്താണെന്നുള്ള ഇവാലുവേഷൻ റൈറ്റ്. ഇവിടെ ഈ ബോക്സിൽ കാണാൻ പറ്റും നമ്മൾ എന്താ കൊടുത്തതെന്നുള്ളത്. ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും. 10 ഇൻറ്റു ഈ എററാണ് കാണിക്കുന്നത്. സോ മൊത്തത്തിലൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഇവാലുവേറ്റ് ചെയ്തു. സോ എൻഡിൽ ഇവിടെ കാണിക്കുന്നത് എറർ ആയിട്ടാണ്. സോ ഇവാലുവേറ്റ് ചെയ്ത ശേഷം നമ്മൾ കണ്ടുപിടിച്ചു ഇതൊരു എററാണെന്നുള്ളത് റൈറ്റ്. ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അഥവാ ഇൻ കേസ് ഇതൊന്ന് ഇഗ്നോർ ചെയ്യേണ്ട എറർ ജസ്റ്റ് ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് വരും, ദ എറർ ചെക്ക് ഇസ് കംപ്ലീറ്റ് ഫോർ ദി എൻറ്റയർ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ പ്രസ് ചെയ്യുക, അത് ക്ലോസ് ചെയ്തു. ഇൻ കേസ് എനിക്ക് ഈ ഫോമുല ബാർ എഡിറ്റ് ചെയ്യണം, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എക്സ് റിമൂവ് ചെയ്യുക, ശേഷം ഇൻറ്റു ആൻഡ് 20 സെലക്ട് ചെയ്താൽ മതി. എൻ്റെ 2000 കിട്ടി. സി ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ഇനി ഈ എറർ ചെക്ക് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ദ എറർ ചെക്ക് ഇസ് കംപ്ലീറ്റ് ഫോർ ദി എൻറ്റയർ ഷീറ്റ്. കാരണം ഇവിടെ ഒരു എറർ ഇല്ല റൈറ്റ്, കറക്റ്റ് വാല്യൂ റിസൾട്ടായിട്ട് വന്നത്. സോ ഈ ലെസണിലെ കംപ്ലീറ്റ് ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.